സുപ്രഭാതം. ഉദ്ദേശത്തിന് അനുയോജ്യമായി ജീവിക്കുക എന്നതാണ് മനുഷ്യന്റെ ഏറ്റവും മഹത്തായ ഉജ്ജ്വലവുമായ പ്രവൃത്തി. മിഷേൽ ഡിയുടെ വേർഡ്സ് ആണ്. ഉദ്ദേശത്തിന് അനുയോജ്യമായി ജീവിക്കുക എന്നതാണ് മനുഷ്യന്റെ ഏറ്റവും മഹത്തായതും ഉജ്ജ്വലമായതുമായ പ്രവൃത്തി. നമ്മൾ ആ ഉജ്ജ്വലമായ പ്രവൃത്തിയിലേക്ക് പോകുന്ന യാത്രയിലാണ്. ആ യാത്രയിൽ നമ്മൾ ഒരുപാട് നിയമങ്ങളെ പരിചയപ്പെടുന്നു. നമ്മൾ സ്വയം മാറ്റത്തിനും തയ്യാറാവും. അങ്ങനെയുള്ള മനോഹരമായ പ്രഭാതത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇന്ന് 1072 ദിനം, ബി ബെസ്റ്റ് ഡേ. ആനുവൽ 3-ാം വർഷം അടുക്കുന്നു. സെപ്റ്റംബർ 15 തിരുവോണ നാളിലാണ് നമ്മളുടെ ആഘോഷം നടക്കുക. ലീഡേഴ്സ് മീറ്റ് ഉടനെ ഉണ്ടാകും. ആഘോഷങ്ങൾക്ക് തിരിതെളിയുന്നു. കൂടുതൽ ഉണർവോടെ നമ്മൾ 3 വർഷം ആഘോഷിക്കുന്നു. വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ തിരുവോണ നാളിൽ ഒരുപാട് വിശേഷ ദിവസമാണ്. ഞായറാഴ്ചയാണ്, തിരുവോണമാണ്, മാതാവിന്റെ പെരുന്നാൾ എന്ന് പറയും, അത് 15. അങ്ങനെ ഒരുപാട് എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന മഹത്തായ ദിനം. നമ്മുടെ ചിന്തകളുടെ ഫലമായി, സ്വാഭാവികമൊന്നും ഞാൻ പറയില്ല, അങ്ങനെ വന്നു ചേർന്ന കൃത്യം ഡേ ആണ്. വേറെ മാറ്റമൊന്നുമില്ല. നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച ഡേറ്റ് ഒന്നും അല്ല. എങ്കിലും കൃത്യമായിട്ട് 3 വർഷങ്ങൾ തികയുന്ന, അല്ലെങ്കിൽ ആ ദിനത്തിൽ തന്നെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് കഴിയണമെന്നുള്ളത് ദൈവാനുഗ്രഹം. അപ്പൊ അനുഗ്രഹം നിറഞ്ഞ ദിനത്തിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ആരംഭിക്കാം. ഇന്ന് ഡിസ്കഷൻ ഉള്ളത് കൊണ്ട് നേരെ ഡിസ്കഷനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ ആരംഭിക്കാം. സജീഷ് നെന്മാർ സർ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. ബഹുമാനപ്പെട്ട ബൈജു സർ, ഐസക് സർ, ജോയ് സർ, ജോസ് കൃഷ്ണൻ സർ, നായർ സർ, മറ്റെല്ലാ ഹൃദയബന്ധുക്കൾക്കും സുപ്രഭാതം. ഇന്ന് അവതരണം ആണ്, ഡിസ്കഷനാണ്, ഗ്രൂപ്പ് വൈസ്. കഴിഞ്ഞ നിയമങ്ങളുടെ ആഴത്തിലും വ്യാപ്തിയിലുമുള്ള ചർച്ചകളെല്ലാം നടത്തിയിട്ടാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇന്നത്തെ ഒരു പ്രത്യേകത, വർഷങ്ങളോളം പരിചയസമ്പത്തുള്ള 3 ടീച്ചർമാരാണ് ഇന്നിപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത്. റിട്ടയർഡ് ടീച്ചർമാരും ഇപ്പോൾ HM റിട്ടയർ ചെയ്യാൻ പോകുന്ന ടീച്ചറും കുട്ടികളുടെ പ്രിയപ്പെട്ട ടീച്ചറുമായ 3 പേരും, അതുപോലെ തന്നെ വളരെ പരിചയസമ്പന്നനായ വ്യക്തിത്വമായ പോൾ സാറും, അങ്ങനെ 4 പേരാണ് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ സമയം ഒട്ടും കളയാതെ തന്നെ അവതരണ ശൈലി എല്ലാവരും തയ്യാറായിരിക്കുമെന്ന് അറിയാം. നേരിട്ട് നമുക്ക് പോവാം. ഇന്നത്തെ പ്രാർത്ഥന വിമൽജിയാണ്. വിമൽജി. യെസ്, കേൾക്കാം. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചൊരിയണമേ. പുലരുമ്പോൾ മുതൽ ഞങ്ങൾ കാണുന്നു എങ്ങും നിൻ കലാവൈഭവം. ഇരുളുമ്പോൾ പോലും തേജഗോളങ്ങൾ നിൻ വിരൽ തുമ്പിൽ തിരിയുന്നു. ബുദ്ധിയും സർവശക്തിയും മണ്ണിൽ മധ്യനേകിയ ദൈവമേ, വിജ്ഞാനത്തിൻ പ്രതീകമേ, നല്ല ബുദ്ധി ഞങ്ങൾക്കരുളണേ. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചൊരിയണമേ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു വിമൽജി. മനോഹരമായ പ്രാർത്ഥന. പിന്നെ അവതരണം, അതിലേക്ക് പോവാം. ഓവർ ടു ബൈജു സർ. താങ്ക് യു സോ മച്ച്. ബ്യൂട്ടിഫുൾ ഡേയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും ക്ഷണിക്കുന്നു. മനോഹരമായ പ്രാർത്ഥനയിലൂടെ നമ്മളെ ആത്മീയതയിലേക്ക് ഉണർത്തിയ വിമൽജി ദ ഗ്രൂപ്പ് ലീഡറാണ് ഫസ്റ്റ് ഗ്രൂപ്പിന്റെ. ഇന്ന് ഫസ്റ്റ് ഗ്രൂപ്പ് ആണോ, സെക്കൻഡ് ഗ്രൂപ്പ് ആണോ, തേർഡ് ആണോ, ഫോർത്ത് ആണോ, ആരാണ് 3-ാമത്തെ വർഷത്തിൽ എവറോളിംഗ് ട്രോഫി കയ്യിൽ കരുതുക എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇന്നത്തെ ഡേ എങ്ങനെയാണ് പോവാം. നമ്മൾ ഇപ്പോ
ഡിറ്റാച്ച്മെന്റിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുക. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഇന്ന് കേട്ട കോട്ട് പോലെ ഉദ്ദേശത്തിന് അനുയോജ്യമായി ജീവിക്കുക. രണ്ട് പ്രധാനപ്പെട്ട നിയമങ്ങളാണ് ചർച്ച ചെയ്തത്. എല്ലാവർക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് നിയമങ്ങൾ. ഒന്ന് ലോ ഓഫ് ലീസ്റ്റ് എഫർട്ട്. രണ്ട് ലോ ഓഫ് ഇന്റൻഷൻ ആൻഡ് ഡിസയർ. ഈ രണ്ട് സൂപ്പറായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന രണ്ട് പ്രധാന നിയമവും. എങ്ങനെയാണ് രാജു സാറ് ലീസ്റ്റ് എഫർട്ട് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് ഇത്ര സന്തോഷമായിട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അതിനുശേഷം നമ്മൾ വരുന്നത് നമ്മുടെ ആറാമത്തെ പ്രധാനപ്പെട്ട ലോയിലേക്കാണ്. നമുക്കത് നോക്കാം. ജസ്റ്റ് ഒരു സ്ലൈഡ് കണ്ടിട്ട് പെട്ടെന്ന് പോകാം, സമയമുണ്ട്, കുഴപ്പമില്ല. അതില് ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ്, ഇന്നലെ പറഞ്ഞ ഒരു കോട്ട് മാത്രം. എങ്ങനെ വി ബെസ്റ്റ് ഇങ്ങനെ നിലനിൽക്കാൻ കഴിയണോ? 3 വർഷം എങ്ങനെയായി, എങ്ങനെയാണ് ഇവിടെ ഇതുണ്ടായത്? ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തത് ഈ ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് ആണ്. ഇതിലൊരു പോയിന്റ്, ഇതെങ്ങനെ നിങ്ങളുടെ ലക്ഷ്യവും ആയിട്ട് കണക്ട് ചെയ്യുന്നു എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടും. ഫ്രണ്ട് ടു ഓൾ ഈസ് എ ഫ്രണ്ട് ടു നൺ. എല്ലാവരുടെയും സുഹൃത്ത് ആരുടെയും സുഹൃത്തായിരിക്കില്ല. ഇതാണ് വി ബെസ്റ്റ്. ഇവിടെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്, എല്ലാവരുടെയും സുഹൃത്തുക്കളാണ്. പക്ഷെ ഒരാളുടെ മാത്രം സുഹൃത്തുക്കളായിരിക്കില്ല. അപ്പൊ ചോദിക്കും, ചിലപ്പോഴൊക്കെ ഇങ്ങനെ കൂടുതൽ പേരുടെ പേരുകളൊക്കെ ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ. അവരെല്ലാവരും നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസമുള്ളത് ഇതാ, വി ബെസ്റ്റ് ആകുന്ന ആളുകളെ നമ്മളെപ്പോഴും കൂടെ ഓർക്കും എന്നുള്ളത് കൊണ്ടാണ് അറിയാതെയും ഒക്കെ നമ്മുടെ മനസ്സിൽ ആ പേരുകൾ വരുന്നു. അത് ഗോളിലേക്ക് പോകുന്നതാണ്. ഇവിടെ ഒരേ ഒരു ക്രൈറ്റീരിയ ഉള്ളൂ ദി ബെസ്റ്റിന്: ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ തീവ്രമായി പരിശ്രമിക്കുന്ന ആളുകൾ. അതല്ലെങ്കിൽ ഇവിടെ മറ്റു ചില സുഹൃത്തുക്കളെ കൂടെ പിടിക്കും. എന്തു പറ്റും? ഫ്രണ്ട്സ് ഉണ്ടാവും. ആ ഫ്രണ്ടും ഈ ഫ്രണ്ടും തമ്മിൽ കൂട്ടുകൂടി അവർ മാത്രമായിട്ട് ഒരു അറ്റാച്ച്മെന്റിലേക്ക് പോയിട്ട് പിന്നെ നമ്മുടെ വി ബെസ്റ്റ് ആവില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കണു, എല്ലാവരുടെയും സുഹൃത്ത് ആരുടെയും സുഹൃത്തായിരിക്കില്ല. അതാണ് ഡിറ്റാച്ച്മെന്റിലുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇന്ന് തരാനുള്ള, മനസ്സിലേക്ക് വെക്കാനുള്ള ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരീത് കുഞ്ഞി സാറിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കാൻ കഴിയുമോ? ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന്റെ, പരീത് കുഞ്ഞി സാറിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനെ ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമോ? ഓസി സാറിന് പറ്റുമോ? പറ്റൂല. ഇനി പരീത് കുഞ്ഞി സാർ ഇപ്പൊ ആലോചിക്കുന്നുണ്ട്. പരീത് സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ഏത് ഇതിനകത്താ? എവിടെയാണെങ്കിലും ഇതാണ് ചോദ്യം. മനസ്സിലായില്ലേ? വീട്ടുകാരെ വീട്ടുകാരൊക്കെ വിട്ടോളൂ. ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് ആരുടെയാണെന്ന് സാറിന് പറയാൻ പറ്റുമോ? നോ, ഇല്ല. അങ്ങനെ ഒരാളില്ല. പിന്നെ എങ്ങനെ പറയാ? ഒരുപാട് പേരുടെ മനസ്സിൽ ഒരുപാട് പേര് ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞു വരും. എത്ര സുന്ദരമാണ് ഈ കാഴ്ച! ഒന്ന് ആലോചിച്ച് നോക്കിയേ. സിംപ്ലി ഡിറ്റാച്ച്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ ഇത് മാത്രം, ഈ അരിസ്റ്റോട്ടലിന്റെ കോട്ട് മാത്രം ചിന്തിച്ചാൽ മതി. സന്തോഷം ഉണ്ടാവും മുഖത്തിങ്ങനെ, ചിരിയും സന്തോഷവും, ഉള്ളിൽ നിന്നൊരു എനർജിയൊക്കെ പുറത്തേക്ക് വരും. ഇത് മാത്രം ഇന്നത്തെ ചിന്ത വെക്കട്ടെ. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതിലേക്ക് പോകാനുള്ള വഴികൾ എന്താണെന്ന് പറയും. എവിടെ അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നു? ഇനി ആരും പരാതി പറയരുത്. ഇവിടെ 1-2 അമ്മമാരൊക്കെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജോലി കളഞ്ഞു, എന്നിട്ട് അവർ വളർന്നു വലുതായി, അവർ പോയപ്പോൾ ഞാനിപ്പോൾ കഷ്ടത്തിലാണ് എന്നൊക്കെ തുടങ്ങി ഒരുപാട് ഡയലോഗ്സ് അടിക്കുന്ന അമ്മമാരെയൊക്കെ നമ്മൾ ഈ 3 ദിവസം കഴിയുമ്പോൾ ശരിയാണ്, നന്നാണ്. പിന്നെന്താ? കല്യാണം കഴിച്ചതോടുകൂടി എൻ്റെ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ ഞാൻ മാറ്റിവെച്ചു ഭർത്താവിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി. വിഡ്ഢിത്തരം എന്ന് തോന്നും. ഇനിയും ഉണ്ട് സമയം, പകുതിയിലധികം സമയം ഇനി എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അങ്ങനെ മനോഹരമായ ലക്ഷ്യങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന സുന്ദരമായ ഒരു നിയമം, അത് നമ്മളെ കൂടുതൽ ഉണർവുള്ളവരാക്കും, സന്തോഷമുള്ളവരാക്കും. ലേഖാജി, ഇത് നേരത്തെ ഓക്കെ, താടിക്ക് കഴിയോ അറിയാതെ വന്നാണ്. അതിനോ എനിക്കറിയാം. ശരി, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഇനിയുള്ള ദിവസങ്ങൾ ധന്യമാകും. പക്ഷെ കഴിഞ്ഞ ദിനങ്ങൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തി എന്നറിയണം.
എന്നാൽ മാത്രമേ നമ്മൾ ഇവിടെ ഒന്നിച്ചിരിക്കുന്നതിൽ അർത്ഥമുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സാർ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, മിടുക്കികളായ 3 അധ്യാപകരും മിടുമിടുക്കനായ ഒരു കൊച്ചു പയ്യൻ, ചെറുപ്പക്കാരനും, എല്ലാവർക്കും എനർജറ്റിക് ആയിട്ടുള്ള പോൾ സാറും കൂടിയുള്ള 4 പേരുടെ പ്രസന്റേഷൻ ആരംഭിക്കുന്നു. മത്സരം ഇപ്പൊ തുടങ്ങുന്നു. എല്ലാവരും റെഡി ആയിട്ടിരുന്നോ? നിങ്ങളുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും വേണമെങ്കിലും ചെയ്യാം. ആദ്യത്തെ അപ്രോച്ചിന് 10 പോയിന്റ് കിട്ടും. ഓക്കെ, റെഡി? ആരാണ് ആദ്യം പ്രസന്റ് ചെയ്യാം? ഹാൻഡ് റൈസ് ചെയ്താൽ അവർ ചെയ്യും. ഹാൻഡ് റൈസ് ആരെങ്കിലും പറഞ്ഞു. ഡെമോ മിസ് കൈവക്കെ. താങ്ക് യു. അപ്പൊ ഫസ്റ്റ് പോയിന്റ് 10 പോയിന്റ് പോയി ഫസ്റ്റ് ഗ്രൂപ്പ് തന്നെ. ഓക്കെ, താങ്ക് യു സാറേ. നോക്കിയോ ജയ്സക് സാർ? നമസ്കാരം. നമ്മുടെ ജഡ്ജ് എത്തിയിട്ടുണ്ട്. ജഡ്ജസ്മാര്. ജയ്സക് സാർ റെഡി അല്ലേ? ജയ്സക് സാർ റെഡി അല്ലേ? ജോയ് സാർ നമസ്കാരങ്ങൾ. ജോയ് സാർ ഒന്ന് ഹായ് പറയൂ. ഓക്കെ സർ. ഓക്കെ, ഹായ്. ജഡ്ജിങ് പാനലിനെ പറയണ്ടേ? ഓക്കെ, സജി സാർ റെഡി? യാസഫ് ജോൺ സാർ എന്താ ഇത്ര ഗഹനമായിട്ട് ആലോചിക്കണേ? ശരി, താങ്ക് യു. നായർ സാബ് എന്ത് പറ്റി? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ ലോഗിൻ ചെയ്യാൻ? നായർ സാർ ബാറ്ററി ചാർജിങ്ങിൽ വെച്ചിരിക്കുകയായിരുന്നു സാർ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി, താങ്ക് യു. അപ്പൊ നമുക്ക് ആരംഭിക്കാം. രമ മിസ്സിന് 5 മിനിറ്റ് ആണ് സമയം. ദെൻ 3 മിനിറ്റ് ടൈം. നമ്മൾ അതിനുശേഷം ചർച്ചയിലേക്കും പോകും. അങ്ങനെ 8 മിനിറ്റ് വെച്ചിട്ടാണ് ഒരാൾക്ക് കിട്ടുക. ഓക്കെ, റെഡി? ടൈമർ. ലോ ഓഫ് ലീസ്റ്റ് എഫേർട്ട് ആൻഡ് ലോ ഓഫ് ഇന്റൻഷൻ ആൻഡ് ഡിസയർ എന്നീ നിയമങ്ങളെ കുറിച്ചുള്ള ഗ്രൂപ്പ് ചർച്ചയിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഗ്രൂപ്പ് 1 എല്ലാ ഹൃദയബന്ധുക്കളും സജീവമായി ഗ്രൂപ്പ് ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ലോ ഓഫ് ലീസ്റ്റ് എഫർട്ട് എന്ന നിയമം ഗ്രൂപ്പിലെ മിക്കവാറും എല്ലാവർക്കും തന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ കൂടുതൽ പേർക്കും അത് പുതുമ നിറഞ്ഞതായിരുന്നു. ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്യണം, എന്നാലേ നന്നാവൂ, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്താലേ ജീവിതം സുഖകരമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊക്കെയുള്ള ചിന്തകളായിരുന്നു മിക്കവാറും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും തന്നെ. ആ ഒരു ചിന്താഗതിയിൽ നിന്ന് നമുക്ക് ഒരു മാറി ചിന്തിക്കാൻ ഒരു അവസരമാണ് ലീസ്റ്റ് എഫർട്ട് തന്നത്. അത് വലിയൊരു തിരിച്ചറിവായിരുന്നു എല്ലാവർക്കും തന്നെ. ആ ഒരു തിരിച്ചറിവ് എല്ലാവരും പങ്കുവെക്കുകയും ചെയ്തു. ഒറ്റയ്ക്ക് ജോലി ചെയ്യുമ്പോൾ കൂടുതലും അത് കംപ്ലീറ്റ് ചെയ്യാതെ വരികയും അതിൽ നിന്ന് നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നെഗറ്റീവ് ചിന്തകളും ക്ഷീണവും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാവാം. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു വിടുതലാണ് ഈ ലോ ഓഫ് ലീസ്റ്റ് എഫർട്ട് നമുക്ക് മുന്നിൽ, ഈ നിയമം നമുക്ക് മുന്നിൽ വയ്ക്കുന്നു. നമ്മുടെ ജോലി ലഘൂകരിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചും പ്രവർത്തികൾ വിഭജിച്ച് നൽകിയും എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വഴിയും ഗിഫ്റ്റുകളൊക്കെ നൽകുക വഴിയും കൃത്യമായി മേൽനോട്ടം വഹിച്ചുകൊണ്ടും നമുക്ക് ലോ ഓഫ് എഫർട്ട് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി ഉപയോഗിക്കാമെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു. ഓരോരുത്തർക്കും അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു നിയമമായിട്ട് തന്നെ നമുക്ക് ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. RK സാറൊക്കെ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് സാറ് നേരത്തെ മുതലേ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് സാറ് അഭിപ്രായപ്പെട്ടത്. ഇപ്പൊ നമ്മുടെ ലക്ഷ്യം നേടാനുള്ള ഓരോ പ്രവർത്തനത്തിലും പക്ഷെ ഭയങ്ങളും പരിമിതികളും നെഗറ്റീവ് ചിന്തകളും ഒക്കെ നമ്മളെ പുറകോട്ട് വലിക്കുമെന്ന് ലേഖാമാമിനൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പൊ വിമൽ സാർ ഉടനെ തന്നെ അതിന് പരിഹാരം പറഞ്ഞു. നമ്മുടെ യോഗയും മെഡിറ്റേഷനും അതുപോലെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകളുമായിട്ട് നമ്മുടെ ഗ്രൂപ്പിലെ അംഗങ്ങളുമായിട്ടും ഒക്കെ നിരന്തര ചർച്ചകളൊക്കെ നടത്തിയാൽ നമുക്ക് ആ ഭയത്തിൽ നിന്നും ആ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും ഒക്കെ മാറി നിൽക്കാൻ കഴിയുമെന്ന് വിമൽ സാറ് ലേഖമാമിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഉടൻ തന്നെ അതാണ് നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകതയും തോന്നുന്നു. ഉടൻ തന്നെ പരിഹാരവും നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞു വരുന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ 1-ാം ഗ്രൂപ്പിലെ നമ്മുടെ എല്ലാ അംഗങ്ങളും ലക്ഷ്യങ്ങളൊക്കെ നിർണ്ണയിച്ച് അത് സ്വന്തമാക്കാനുള്ള കർമ്മപദ്ധതി ലോ ഓഫ് ലീസ്റ്റ് എഫർട്ട് എല്ലായിടത്തും ഉപയോഗിക്കാമെന്നും സ്മാർട്ടായിട്ടും ഷാർപ്പായിട്ടും വർക്കുകൾ അത് കൃത്യമായി ഉപയോഗിച്ച് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാമെന്ന് ഉള്ള ഒരു തീരുമാനത്തിൽ എല്ലാവരും എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഇതുവഴി നമുക്ക് നമ്മുടെ വ്യക്തിഗതമായ വളർച്ചയും ആരോഗ്യം, നമ്മുടെ ബന്ധങ്ങളെല്ലാം മെച്ചപ്പെടുത്താനും കരിയറിനും ഒക്കെ വളരെയധികം ഈ ലീസ്റ്റ് എഫർട്ട് ഉപയോഗിക്കാമെന്ന ചിന്തയും അവിടെ വന്നു. അതുപോലെ തന്നെ ഇത് സമൂഹത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നൊക്കെയുള്ള ചിന്തകളും അവിടെ വന്നിരുന്നു. ഓംകാരം ടീച്ചർ ചോദിച്ചു. അപ്പോൾ അത് നമ്മുടെ ഗ്രൂപ്പിന്റെ തന്നെ ലോക്കൽ വിഷൻ ഫോർ ഗ്ലോബൽ
വിഷൻ, ലോക്കൽ ആക്ഷൻ ഫോർ ഗ്ലോബൽ വിഷൻ എന്ന ആ ഒരു ചിന്താഗതി ജോസ് കുര്യൻ സാറ് അത് അവിടെ എത്തിച്ചേരും, അവിടേക്ക് നമ്മൾ എത്തിച്ചേരും എന്ന് തന്നെ ജോസ് കുര്യൻ സാർ അവിടെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അടുത്തതായിട്ട് ലോ ഓഫ് ഇന്റൻഷൻ ആൻഡ് ഡിസയറിനെ കുറിച്ചാണ്. ഇപ്പൊ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നമ്മൾ നേടിയെടുക്കാൻ മനസ്സുകൊണ്ട് നമ്മൾ തയ്യാറാവണം, അതിനുള്ള തയ്യാറെടുപ്പ് നടത്തണം. അതിന് പല കാര്യങ്ങളും നമ്മൾ നിയന്ത്രണങ്ങളും നമ്മൾ വരുത്തണം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിലൊക്കെ എന്ന് പറയുകയുണ്ടായി. വിഷൻ ബോർഡ് നമ്മുടെ ലക്ഷ്യങ്ങൾ, ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ലക്ഷ്യങ്ങൾ അത് സ്ഥിരമായി കാണുന്ന സ്ഥലത്ത് തന്നെ. അപ്പൊ ചില നമ്മുടെ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ അത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെ പറഞ്ഞപ്പോൾ നമ്മള് ഓംകാരൻ ടീച്ചർ ഇടപെടുകയും അത് സ്ഥിരമായിട്ട് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്ന രീതിയിൽ അത് പതിപ്പിച്ചു വെക്കണമെന്നും അത് സ്ഥിരമായിട്ട് നമ്മൾ കാണുമ്പോൾ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഒപ്പം തന്നെ ഒരു ഫീലിംഗ് അതിന് കൊടുക്കുക. നമ്മള് പറ്റുന്നില്ല, നമ്മുടെ ലക്ഷ്യങ്ങൾ കാണാനുള്ള ബോർഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു ഫീലിംഗും വരുന്നില്ലെങ്കിൽ മനഃപൂർവ്വം നമ്മളെ ഒരു സന്തോഷം അത് അനുഭവിച്ച് കിട്ടി എന്നുള്ള രീതിയിൽ ഒരു സന്തോഷം, ആ ഫീലിംഗ് അവിടെ കൊണ്ടുവരികയും അത് തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകുകയും അത് കാണുമ്പോൾ തന്നെ പിന്നീട് ആ സന്തോഷം അല്ലെ ആ ഫീലിംഗ് നമുക്ക് വരികയും ചെയ്താൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയുള്ള അറിവാണ്. ഓംകാരൻ ടീച്ചർ 3 വർഷമായിട്ട് ഇത് ചെയ്യുകയും അത് നേടിയെടുക്കുകയും ചെയ്യുന്നുള്ള അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തപ്പോൾ എല്ലാവർക്കും വളരെ ഉത്സാഹം തോന്നി. ഇത് പുതുതായിട്ട് ചേർന്നവർക്കെല്ലാം അതൊരു വലിയ ഒരു അനുഭവമായി മാറുകയും ചെയ്തു. പിന്നെ നമ്മള് അത് വിശ്വാസപൂർവ്വം അത് ചെയ്താൽ, ടീച്ചർ ഉറപ്പിച്ചു പറഞ്ഞു, വിശ്വാസപൂർവ്വം അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നമുക്ക് അത് നൽകുകയും ചെയ്യും. ടീച്ചറിന്റെ അനുഭവങ്ങൾ, ഓരോന്ന് നേടിയെടുത്ത അനുഭവങ്ങൾ നമുക്ക് ഒരു പ്രചോദനമാകുകയും ചെയ്തു. എങ്ങനെ അറിവുകൾ വെറും കേവലമായ അറിവുകൾ മാത്രമല്ല, അതൊരു തിരിച്ചറിവായിട്ട് മാറുന്ന ഒരു അനുഭവമാണ്. താങ്ക് യു. ഡിസ്കഷനുള്ള വേണമെങ്കിൽ ടൈം എടുക്കാം. 3 മിനിറ്റ് ഡിസ്കഷനുള്ള ടൈമാണ്. അത് എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാം, കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം, കുഴപ്പമില്ല. എടുത്തോ, വേണോ? അതെ, ഒരു തിരിച്ചറിവായിട്ട് മാറി. അറിവുകൾ നമ്മൾ വെറുതെ പറഞ്ഞു പോവുകയല്ല, അത് തിരിച്ചറിവാകുകയും നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ നമുക്ക് അത് സഹായിക്കുകയും ചെയ്യുന്നതാണ് നിയമങ്ങൾ. നമുക്കത് ഉപകാരമാകുന്നു എന്നുള്ളതാണ് ഈ നിയമങ്ങള് പ്രത്യേകതകൾ എന്നൂടെ എന്താണ് ഫസ്റ്റ് ഗ്രൂപ്പുകാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഞങ്ങള് നന്നായി ചർച്ച പോയി, ഞങ്ങളെ ക്രോഡീകരിച്ചു, ഞങ്ങളെ ഇത് ചെയ്തു എന്നൊക്കെ അഭിപ്രായം വേണമെങ്കിൽ ഒരാൾക്ക് പറയാം, അല്ലെങ്കിൽ ഞങ്ങള് മറ്റുള്ളവരുടെ അഭിപ്രായം പറയും. ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും. റെഡിയാണോ? സോമൻജി എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരി, ചർച്ചയ്ക്കൊക്കെ ഇഷ്ടംമാതിരി ടൈം കിട്ടി. എല്ലാവരും വാസ്റ്റ് ആയിട്ടുള്ള ചർച്ച തന്നെയാണ് ചെയ്തത്. എല്ലാവർക്കും സംസാരിക്കാൻ പറ്റുമോ സോമൻജി? എല്ലാവർക്കും സംസാരിക്കാൻ പറ്റും. ഞങ്ങൾ അടുത്ത ദിവസം ഒരു മീറ്റിംഗ് കൂടാണ്ട് സാർ 2 ദിവസം ടൈം തന്നു. ഇവിടുത്തെ ഇഷ്യൂ ഇതെല്ലാം കൂടി രമാ മാഡം എങ്ങനെ 5 മിനിറ്റിൽ കൺക്ലൂഡ് ചെയ്യുന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. മാം അത് വൃത്തിയായിട്ട് ഗംഭീരമാക്കിയിട്ട് സംഭവം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ഒരു അപ്രീസിയേഷൻ രമാ മാമിന്. താങ്ക് യു മാം. അഭിനന്ദിക്കുകയാണ്. മാർക്ക് അപ്പീൽ ചെയ്തോണ്ടിരിക്കുകയാണ്. നല്ല ഐഡിയ. താങ്ക് യു. ജഡ്ജസിനെ കൺഫ്യൂസ് ചെയ്യാണ്. ശരി, കൺഗ്രാറ്റ്സ്. നെക്സ്റ്റ് വേറെ ആർക്കെങ്കിലും പുറത്തുനിന്നുള്ളവര്? പറയൂ. സൗണ്ടിന്റെ അല്പം പ്രശ്നമുണ്ട് എങ്കിലും ഓങ്കാരം മാം അവരുടെ സ്കൂളിൽ കലോത്സവം നടത്താനുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടാവുകയും അതൊരു ഡിസയർ, ആ ഇന്റൻഷൻ ആൻഡ് ഡിസയറിലൂടെ ഈ പ്രവൃത്തി വിഭജനം ഒക്കെ നടത്തിക്കൊണ്ട് വളരെ ഗംഭീരമായി ഇതേവരെ ആ മേഖലയിൽ നടന്നതിനേക്കാൾ മെച്ചപ്പെട്ട രൂപത്തിൽ കലോത്സവം നടത്താൻ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. തദാസ്തു. ഇംപ്ലിമെന്റേഷൻ. ഫസ്റ്റ് ഗ്രൂപ്പിനെ ശ്രദ്ധിക്കണേ. അവരുടെ ഗ്രൂപ്പിൽ ഒരാള് അവർ ഇംപ്ലിമെന്റ് ചെയ്യാനും ഈ 2 നിയമങ്ങൾ തീരുമാനിച്ചു. അപ്പൊ മാർക്ക് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ സാറേ, നമ്മുടെ ഏറ്റവും വലിയ ഇന്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഓരോ സംസാരങ്ങളും, ഓരോ ടാക്കും, ഓരോ ചിന്തകളും നാളെ ചരിത്രത്തിന്റെ ഭാഗമാകും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയായിരുന്നു നമ്മുടെ നടന്നത്. നാളെ ഇത് ലോകം കാണുന്ന ഒരു വലിയ ഒരു ഇതിന്റെ ഭാഗം നമ്മൾ ഓരോരുത്തരും ആയി മാറി. ഗ്രൂപ്പല്ല, നമ്മുടെ വീവേഴ്സിന്റെ എല്ലാ മെമ്പേഴ്സും ആകും എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒരു 10 വർഷങ്ങൾക്ക് ശേഷം എല്ലാ യൂണിവേഴ്സിറ്റീസും, ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ് പഠിക്കുന്ന പാഠങ്ങളായിരിക്കും ഓരോ വ്യക്തികളും. മോഹനേട്ടൻ എന്തായിരുന്നു ഈ പ്രഭാതങ്ങളിൽ, ഇത്രയും പ്രഭാതങ്ങളിൽ ഉണർന്നെഴുന്നേറ്റപ്പോ ഉണ്ടായ മാറ്റം, മോഹനൻ എന്തൊക്കെ സംസാരിച്ചു, ഇതെല്ലാം റെക്കോർഡഡ് ആണ്, പ്രബന്ധങ്ങളായി അവതരിപ്പിക്കപ്പെടും. നിങ്ങൾക്ക് PhD എടുക്കാനുള്ള സബ്ജക്ട് ഇതിനകത്തുണ്ട്. റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്
റിസർച്ച് ചെയ്യാം. അത്രയ്ക്ക് ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ബി ബെസ്റ്റ് പോകുന്നത്. സാറിന് എങ്ങനെ നോബൽ പ്രൈസ് കിട്ടുമെന്നുള്ളത് ഞങ്ങൾ ഇതിങ്ങനെയാണ് വരുന്നത്. ബൈജു സാറിന് നോബൽ പ്രൈസ് എത്തുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഫസ്റ്റ് സാർ ഗ്രൂപ്പ് കേൾക്കാമോ? എന്താണ് മറ്റുള്ള ഗ്രൂപ്പിലെ ആൾക്കാർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ കേൾക്കണം പറയാം. ഓക്കെ, ടൈം സാറിന് എങ്ങനെ നോബൽ പ്രൈസ് വരെ കിട്ടുമെന്നുള്ളത് ഞങ്ങള് ചർച്ച ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ, കേട്ടു. താങ്ക് യു. അപ്പോ ഇതാണ് ആ സിസ്റ്റം. എന്തായാലും ഫസ്റ്റ് ഗ്രൂപ്പ് തന്നെ ഇൻട്രൊഡക്ഷൻ സൂപ്പർ ബൈ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനൊന്നും ഇതിലൊന്നും വീഴരുത്. അടുത്തത് വരാൻ കിടക്കണേ ഉള്ളൂ. ഗൗസിന്റെ കമന്റ് ആണ്. ശരി, അടിപൊളി. ഇങ്ങനെയുള്ള കമന്റ്സുകൾ വായിക്കണമെന്ന് കഴിഞ്ഞ ദിവസം അവിടെ ടീച്ചറുടെ വീട്ടിൽ ചെന്നപ്പോ, ബീനാറാണി ടീച്ചറുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗൗസിന്റെ ഓരോരോ കമന്റ്സുകളൊക്കെ വീഴാറുണ്ട് എന്നാണ് പറയണത്. ശരി, താങ്ക് യു. അപ്പോ നമുക്ക് ആരംഭിക്കാം. സെക്കൻഡ് ഗ്രൂപ്പ് സമയം. അല്ല, സെക്കൻഡ് ആരാ പ്രസന്റ് ചെയ്യണേ? ഉറക്കെ പറഞ്ഞു. രണ്ടുപേര് ഹാൻഡ് റൈസ് ചെയ്തു. ഞാൻ കണ്ടു, ലിസി ടീച്ചർ പറയുന്നത് ഞാൻ കണ്ടു. എങ്കിലും പോൾ സാർ റെഡി ആണെന്ന് പറഞ്ഞു. മൈക്ക് അൺമ്യൂട്ട് ആയതുകൊണ്ടാണ്. അപ്പോൾ പോൾ സാറിലേക്ക് പോകാം. ഇനി ഇല്ല, ഫസ്റ്റ് പ്രൈസേ ഉള്ളൂ. ഇനി 10 പോയിന്റ്സ് ഇങ്ങനെ അടുത്ത് വരുന്നത്. ഇതിലല്ല കേട്ടോ 10 പോയിന്റ് വരുന്നത്. മൊത്തം 10 പോയിന്റ് അതിൽ കിട്ടിയെന്ന് വിചാരിക്കണ്ട. ഇതിന്റെ പ്രസന്റേഷൻ മാത്രം ഒരു മാർക്കറ്റ് ഡിസൈഡ് ചെയ്യും. മറ്റൊരു എക്സ്ട്രാ അല്ല, അതുകൊണ്ടല്ല. ഇത് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാല് സ്വസ്ഥമായിട്ടിരിക്കാം. എല്ലാവരും കേൾക്കാം. അത് നല്ലൊരു ഐഡിയ. റെഡി സാർ? റെഡി സാർ, റെഡി. ഞാൻ ഓരോരുത്തരായിട്ട് ക്രോഡീകരിച്ച പറയുന്നത്. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ലോ ഓഫ് ലീസ്റ്റ് എഫേർട്ട് ആൻഡ് ലോ ഓഫ് ഇന്റൻഷൻ ആൻഡ് ഡിസയർ എന്നീ നിയമങ്ങളെ അടിസ്ഥാനമാക്കി നടത്തിയ ഗ്രൂപ്പ് 4ന്റെ ചർച്ചയിൽ ആദ്യമായിട്ട് രാജു സാർ പറഞ്ഞു, വീട്ടിലായാലും വർക്ക് സ്പേസിലായാലും വർക്ക് ഷെയർ ചെയ്യുന്നവരുമായി ഇടയ്ക്കൊക്കെ ചർച്ച ചെയ്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അതെല്ലാം കേട്ട് മുന്നോട്ട് പോയാൽ നല്ല റിസൾട്ട് നമ്മൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ വാസ്തവൻ സാർ പറഞ്ഞത്, ഹാർഡ് വർക്ക് ഉപേക്ഷിച്ചുകൊണ്ട് സ്മാർട്ട് വർക്കിലാണ് ഇന്ന് ലോകം പോകുന്നതെങ്കിലും ഷാർട്ട് വർക്കിലേക്ക് നീങ്ങേണ്ടതും അങ്ങനെ നല്ല ഗെയിൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതുപോലെ തന്നെ വാസ്തവൻ സാർ 2 നിയമങ്ങളിലെ എല്ലാ ഗുണങ്ങളെക്കുറിച്ചും, ലഭിക്കാവുന്ന എല്ലാ ഗുണങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുകയുണ്ടായി. ഇനിയൊരു ഗ്രൂപ്പായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് അവരെല്ലാവരും ഒരേ കാര്യത്തിൽ ഒരേപോലെ പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. അംബ്ലി മാം, ദീപേഷ് സാറ്, പ്രദീപ് സാറ്, ഖാദിർ സാറ്, ഒപ്പം തന്നെ ഡോക്ടർ തോംസൺ. ഇവരെല്ലാവരും ഇന്ന് ലീസ്റ്റ് എഫേർട്ടിന്റെ വക്താക്കളായി മാറിയിരിക്കുകയാണ്. കാരണം ആദ്യം പറഞ്ഞ 4 പേരും തങ്ങളുടെ സ്വന്തം കരങ്ങൾ കൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രം ഗുണം കിട്ടും എന്ന് വിശ്വസിച്ചിരുന്നവർ ഇന്ന് ലീസ്റ്റ് എഫേർട്ടിലൂടെ നല്ല നല്ല നേട്ടങ്ങൾ കൊയ്യുകയാണ്. അതിൽ തന്നെ എടുത്തു പറയാവുന്ന കാര്യം, ദീപേഷ് സാർ അഭിപ്രായപ്പെട്ടത് 80-20 എന്ന ഫോർമുലയിലൂടെ അദ്ദേഹം ഇന്ന് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഖാദിർ സാർ പറയുന്നത്, അദ്ദേഹം തന്റെ ടീച്ചേഴ്സിനെ വിവിധ ഗ്രൂപ്പുകളാക്കി തിരിച്ച് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, അദ്ദേഹത്തിന്റെ ഐഡിയാസ് അവരുമായിട്ട് പങ്കുവയ്ക്കും. ഒപ്പം അവരുടെ ആശയങ്ങളും അല്ലെങ്കിൽ അവർക്ക് ടീച്ചേഴ്സിന് പറയാനുള്ള ആശയങ്ങളും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഏകദേശം 1 വർഷത്തോളമായിട്ട് ലീസ്റ്റ് എഫേർട്ടിന്റെ ഗുണം സ്കൂളിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എടുത്തു പറയാവുന്ന മറ്റൊരു കാര്യം, ഡോക്ടർ തോംസൺ ചെയ്ത തന്റെ MBBS പരീക്ഷയ്ക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹം യൂട്യൂബിൽ പോയി വീഡിയോസുകളും മറ്റും കണ്ടുകൊണ്ട് ഒരുപാട് സമയമെടുത്ത് പ്രിപ്പയർ ചെയ്യേണ്ടതായ നോട്ട്സും റെഫറൻസുകളെല്ലാം നന്നായി വളരെ കുറച്ച് സമയം മാത്രം എടുത്ത് പ്രിപ്പയർ ചെയ്തു പരീക്ഷയ്ക്ക് നന്നായിട്ട് ഒരുങ്ങി എന്നത് അദ്ദേഹം സന്തോഷത്തോടുകൂടി പങ്കുവച്ചു. ഇനി പറയാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അംബ്ലി മാം, ഖാദിർ സാർ, ഡോക്ടർ തോംസനും ഒപ്പം തന്നെ സിന്ധു മാമിനും ലോ ഓഫ് ഇന്റൻഷനെ കുറിച്ച് ആൻഡ് ഡിസൈറിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നതാണ്. എല്ലാവരും തന്നെ പറഞ്ഞത്, നമ്മൾ വ്യക്തതയോടെ എഴുതി സെറ്റ് ചെയ്ത ഗോളുകൾ വിഷ്വലൈസ് ചെയ്താൽ ഏതൊരാഗ്രഹവും നന്നായി ലഭിക്കും, അല്ലെങ്കിൽ അത് സാധ്യമാകും എന്ന് അവർ ഉറപ്പിച്ചു വിശ്വസിക്കുമ്പോൾ ഖാദിർ സാർ പറഞ്ഞത്, രാത്രിയിലും അതിരാവിലെയും ഈ കാര്യങ്ങൾ നന്നായി ധ്യാനിക്കുകയോട് ചെയ്താൽ അത് തീർച്ചയായിട്ടും ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ സിന്ധു മിസ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇപ്രകാരം ചെയ്താൽ അത്
നടത്തിത്തരാൻ പ്രപഞ്ചം തന്നെ കൂട്ടുനിൽക്കും എന്ന കോട്ടാണ്. ഇനി സാജിദ മാം പറയുന്നുണ്ട്, മൈൻഡ് എപ്പോഴെല്ലാം ബാലൻസ്ഡ് ആയിരുന്നോ അപ്പോഴെല്ലാം വളരെ നന്നായി ആഗ്രഹിച്ച കാര്യങ്ങൾ നന്നായി നടന്നു, വളരെ ഈസി ആയിട്ട് സാധ്യമായി എന്നാണ്. UB മാമിന് ഒട്ടും സംശയമില്ല, 100% തന്നെ പൂർണ്ണമായ ഉറപ്പോടെ ആഗ്രഹിച്ചാൽ അത് ലഭിക്കും. അതിൽ 1% പോലും കുറവ് വരുത്തരുതെന്നും അങ്ങനെ കുറയാൻ ഒരിക്കലും ഇട കൊടുക്കരുതെന്നും മാം പറയുന്നു. ഇനി മുബാഷിറ മാം തന്റെ സ്വന്തം അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് സംസാരിച്ചത്. മുബാഷിറ മാം പറയുന്നത്, തന്റെ നെഗറ്റീവായിട്ടുള്ള തോട്ടുകൾ 10 വർഷമായിട്ട് കൊണ്ടു നടന്നിരുന്ന ആഗ്രഹത്തിന്റെ ഒപ്പം കൊണ്ടു നടന്നിരുന്ന തോട്ടുകൾ അത് ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ 1 വർഷം കൊണ്ട് തന്റെ ഇഷ്ടപ്പെട്ട കാർ വിഷ്വലൈസ് ചെയ്ത് ഫീൽ ചെയ്ത് അത് നന്നായി ആഗ്രഹിച്ച് 1 വർഷം കൊണ്ട് നേടിയെടുത്ത കാര്യം പറയുമ്പോൾ ഓസ്റ്റിൻ സാറിന് പറയേണ്ടത് തന്റെ സ്വന്തം അനുഭവം തന്നെയാണ്. അദ്ദേഹം പറയുന്നത് ലോ ഓഫ് ഇൻഡസ്ട്രിയെ കുറിച്ച് പങ്കുവയ്ക്കുമ്പോൾ തന്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ലാതിരുന്ന സമയത്ത് വാങ്ങിച്ച ഒരു പ്രോപ്പർട്ടിയുടെ ലോൺ അത് 2 വർഷം കൊണ്ട് വളരെ കുറച്ചു മാത്രം പലിശ നൽകി ക്ലോസ് ചെയ്ത കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹവും ഇതുപോലെ തന്നെ ആ കാര്യങ്ങളെല്ലാം ഗോൾ സെറ്റ് ചെയ്ത് എഴുതി വെച്ച് വിഷ്വലൈസ് ചെയ്ത് നേടിയെടുത്തതാണ്. അദ്ദേഹത്തിന് ലോ ഓഫ് ലീസ്റ്റ് എഫേർട്ടിൽ പറയാനുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ കൂട്ടിച്ചേർക്കലാണ്. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ChatGPTയുടെയും പങ്കാണ്. അത് ഇന്ന് എല്ലാവരും ഉപയോഗിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് അഭിപ്രായം. ആ അഭിപ്രായത്തിൽ എല്ലാവർക്കും വളരെ സന്തോഷമുണ്ടായിരുന്നു. എനിക്ക് ഇനി പറയാനുള്ളത്, എന്റെ അനുഭവത്തിൽ ഞാൻ വളരെ കാലം മുമ്പ് ജോലിയെല്ലാം പങ്കുവെച്ചു കൊടുത്ത് വളരെ നല്ല ഗുണം അനുഭവിച്ചിരുന്നതാണ്. പക്ഷെ ഇന്നാണ് എനിക്കത് അറിയുന്നത് അത് ലോ ഓഫ് ലീസ്റ്റ് എഫേർട്ടിന്റെ നല്ലൊരു നിയമമായിട്ടുള്ള ലോ ഓഫ് ലീസ്റ്റ് എഫേർട്ടാണ് ഞാൻ ഉപയോഗിച്ചിരുന്നതെന്നും ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു ഗുണം അത് ലോ ഓഫ് ഇന്റൻഷന്റെ ഗുണമാണ്. വളരെ താങ്ക് യു ഓൾ. താങ്ക് യു ഗ്രൂപ്പ് 4. എക്സ്ട്രാ എടുക്കണമെങ്കിൽ എടുക്കാം, കുഴപ്പമില്ല. തീർന്നു സാർ. മാർക്ക് പറയും. ഡിസ്കഷനിലേക്ക് പോവാം. ചാൻസ് 3 minutes സ്റ്റാർട്ട് നൗ. 4th ഗ്രൂപ്പിലെ ആളുകളാണ്. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനോട് കൂടെ നിൽക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഈ പ്രസന്റേഷന് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാം. റെഡി, സ്റ്റാർട്ട് നൗ. 3 minutes. ആരുമില്ല, അപ്പൊ കുഴപ്പമില്ല. ഓക്കെ, മൈനസ് തോംസൺ, ഡോക്ടർ തോംസൺ ഹാൻഡ് റൈസ് ചെയ്തു. പറയൂ. സാറേ, എനിക്ക് ആഡ് ചെയ്യാനുള്ള ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പോൾ സാർ നന്നായിട്ട് പ്രസന്റ് ചെയ്ത് അപ്പം തന്നെ ഒരു പോയിന്റും കൂടെ എന്റെ സൈഡിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ലോ ഓഫ് ഇന്റൻഷൻ ആൻഡ് ഡിസയറില് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യത്തില് നമ്മള് അത് ഉറച്ച് വിശ്വസിക്കാവുന്ന ഒരു കാര്യം. നമ്മൾ അതിൽ പിന്നെ ഒരു രീതിയിലും അതിന് ഒരു സംശയമോ ഡൗട്ടോ അതിലുണ്ടാവാൻ പാടില്ല. കാരണം ഒരു ചെറിയ സംശയം പോലും അതിനെ വളരെ നല്ല ബാഡ് ആയിട്ടുള്ള രീതിയിൽ അഫക്ട് ചെയ്യും. നമ്മുടെ ഇന്റൻഷൻ വളരെ പ്യൂർ ആയിരിക്കണം, നല്ലതായിരിക്കണം, അത് കണ്ടിന്യൂസ് ആയിരിക്കണം, അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എപ്പോഴും മനസ്സിൽ കൊണ്ടുവരണം, അത് ഫീൽ ചെയ്യണം. നമ്മളെ ഇമോഷന് അത് നമ്മൾ ഒന്നല്ലെങ്കിൽ അത് നടന്നു അല്ലെങ്കിൽ ലഭിച്ചു, അതിന്റെ ഒരു ഫീല് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. പിന്നെ അത് ലഭിച്ചതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് അത് നമ്മളെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അത് നമുക്ക് ഉറപ്പായിട്ടും നേടാൻ സാധിക്കും. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒരിക്കലും ഇത് ഇങ്ങനെ നടന്നില്ലെങ്കിൽ എന്താവും എന്നുള്ളതിന്റെ ഒരു തോട്ട് പോലും വരരുത്. കാരണം അങ്ങനെ ഒരു ചെറിയൊരു പോയിന്റ് എങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു അംശമെങ്കിലും ഇതിൽ ഒരു നമുക്ക് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അത് വളരെ രീതിയിൽ നമ്മളെ ഒരു തടസ്സം വരും ഇത് ലഭിക്കുന്നതിന് വേണ്ടി. സൂപ്പർ, താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് ആരാ? Yes, Paul sir did a great job. You did a Paul sir, great job. Nice job. Thank you. Yes, ഗ്രൂപ്പ് 3-ൽ നിന്നുമാണ് പറയുന്നത്. അങ്ങനെയാണ്. അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വേറെ മറ്റൊരാൾ പറയുന്നത് മൊത്തം കേൾക്കുക. 80-20 മെത്തേഡിൽ കൂടി മോസ്റ്റ് എഫർട്ട് നേടുക. ഡിസയർ രാത്രിയിലും രാവിലെയും കുറച്ചു സമയം ചിന്തിച്ചാലും നടക്കുമെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ കൂടുതൽ ഇത് കൊടുക്കണമെന്നും പറഞ്ഞു. അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. മറ്റൊരു ഗ്രൂപ്പിൽ നിന്നാണ് പ്രസന്റ് ചെയ്യുന്നത്. നോട്ട് ദ താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. സമയത്തിന് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള മാർക്ക് പോകുന്നത് 3rd ഗ്രൂപ്പിലാണോ 4th ഗ്രൂപ്പിലാണോ എന്ന് കൂടി ആലോചിച്ചോളാം. താങ്ക് യു. ശരി, ഗ്രേറ്റ്. നെക്സ്റ്റ് ആരില്ല? 3rd ഗ്രൂപ്പിൽ നിന്ന് 2 minutes. ആരാണ്? ലിസി ടീച്ചർ അടുത്ത പ്രസന്റേഷൻ അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. അല്ല, പറയൂ ടീച്ചറെ.
മൈക്ക് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ 3 മിനിറ്റ് കഴിഞ്ഞോ സാർ? ഇല്ലല്ലോ. 25 seconds. 20 seconds. അതും കൂടി പറയാം സാർ. ആ അപ്പോൾ സാർ ഗ്രേറ്റ് പ്രസന്റേഷൻ ആണ് സാർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് പുതിയൊരു സിസ്റ്റം കൂടി കിട്ടി സാർ, 80-20%. അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫോക്കസ് ഞാൻ അവിടെ പറഞ്ഞു പോയി. ഫോക്കസ് 80-20 ചെയ്യേണ്ടതാണ്. പോളിസി ഞാൻ ചെയ്യുന്ന കോർപ്പറേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ് 80-20 പോളിസിയെ കുറിച്ചിട്ടുള്ളത്. നമുക്ക് ഡീറ്റെയിൽ വർക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വർക്ക് ഡിവൈഡ് ചെയ്ത് പോയിട്ട് നമ്മൾ കിടന്നുറങ്ങിയ പണി കിട്ടും. അതൊരു നമ്മുടെ ഒരു പാർട്ടി 20 എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് കൃത്യമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. അതൊരു തിയറിയാണ് 80-20 പോളിസി. എല്ലാ കോർപ്പറേറ്റ് മാനേജ്മെന്റ്സും ഓസിൻ സാറൊക്കെ സൂപ്പർബായിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് 80-20 പോളിസി. പക്ഷെ ഒരുപാട് വിഷയമുണ്ട്. നമുക്ക് ഒരു ഈ സെഷൻ തുടരുന്ന ഇടയിലോ കഴിഞ്ഞിട്ടോ ഉടനെ ചെയ്യാം 80-20 പോളിസി. താങ്ക് യു. സൂപ്പർബാണ്. ലിവറേജ് ആണ് അതിന്റെ. ഞാൻ ലിവറേജ് പറഞ്ഞു. വർക്ക് ഡിവൈഡ് ചെയ്ത് നമ്മൾ കിടന്നുറങ്ങിയ പണി കിട്ടും. അല്ല, മെയിൻ കണ്ടന്റ് എന്താ? ഡബ്ല്യു ടൈം ആണ്. എന്താണ് 80-20 പോളിസിയുടെ മെയിൻ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. എന്താ അത്? ഡബ്ല്യു ടൈം. ആരൊക്കെ ഡബ്ല്യു ടൈം യൂസ് ചെയ്യാൻ തുടങ്ങി? ഹലോ ഡബ്ല്യു ടൈം പോയോ? അതർ പീപ്പിൾ വർക്ക്, അതർ പീപ്പിൾ ടൈം, അതർ പീപ്പിൾ ഐഡിയാസ് ആൻഡ് അതർ പീപ്പിൾസ് എക്സ്പീരിയൻസ്. ചെറിയ തോതിൽ ഞാനത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് വെച്ചിട്ടാ, നേരത്തെ അറിയാൻ വേണ്ടി. കൺഗ്രാറ്റ്സ്. അപ്പൊ എല്ലാവർക്കും ആശംസകൾ. അടുത്തത് ആരാണ് പ്രസന്റ് ചെയ്യാം? റെഡി? ലിസി ടീച്ചർ. ഓക്കെ. നേരത്തെ ഹാൻഡ് റൈസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. താങ്ക് യു. റെഡിയാണോ ടീച്ചറെ? മൈക്ക് ഒന്ന് ചെക്ക് ചെയ്തേ. ഇല്ല, മൈക്കില്ല. ജോയ് സാറെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? ഇങ്ങോട്ട് മാറിയിരുന്നോ? ഇപ്പുറത്തേക്ക് ഇരുന്നോ ടീച്ചറെ? ലിസി ടീച്ചർ ഇപ്പുറത്തിരുന്നു. ജോയ് സാറിന്റെ അടുത്തിരുന്നു. പതുക്കെ മതി, സമയം തരാം. ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് സമയം അനുവദനീയമാണ്. ഓക്കെ, കംഫർട്ടബിൾ ആയോ? കേൾക്കുന്നുണ്ടാവും. ടൈം റിലാക്സ്. കൂൾ. റെഡി? 1 2 3 സ്റ്റാർട്ട് നൗ. എല്ലാവർക്കും പുലർകാലവന്ദനം. ചർച്ചയിലെ 3-ാം ഗ്രൂപ്പില് എല്ലാവരും പങ്കെടുത്ത് ഉഷാറാക്കി. നായർ സാബ്, ഞങ്ങൾ എക്സാമ്പിളിലൂടെയാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. പ്രതിരോധ നിയമം അനുസരിച്ച് മറ്റുള്ളവരെ ജയിക്കാനാവരുത് നമ്മുടെ പ്രവർത്തനങ്ങൾ. ഉദാഹരണമായിട്ട് തങ്ങളുടെ ആവശ്യത്തിന് ഉതകുന്ന ഞങ്ങളുടെ ആവശ്യത്തിനും സാമ്പത്തിക ശേഷിക്ക് ഉതകുന്നതല്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് അടുത്ത വീട്ടിലെ ഒരു BMW കാർ വാങ്ങിയതെന്ന് സാറിന് മനസ്സിലായി. അത് ഫ്യൂവൽ കൂടുതലാവും, അങ്ങനെയുള്ള ഓരോ കാരണം പറഞ്ഞ് അവർ ഉപയോഗിക്കാതിരിക്കുന്നു. അത് തൻ്റെ ജീവിതത്തിലേക്കോ ആരുടെയും ജീവിതത്തിലേക്ക് പകർത്തുകയില്ല എന്ന് ഗ്രൂപ്പിൽ എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് അബ്ദുൽ ഖാദർ സാറാണ്. ഒരു ലാഡർ ആകണം. മറ്റുള്ളവർക്ക് സുഗമമായി കയറി പോകാനുള്ള പാത ഒരുക്കുന്നതിലൂടെ നേതൃപാഠവും വ്യക്തമാകുമെന്ന് ഖാദർ സാർ. അതിന്റെ നിയമം അഹങ്കാരവും സ്ഥാനമാനങ്ങളും ലക്ഷ്യപ്രാപ്തിക്കായി മുൻനിർത്തുകയില്ല എന്ന ഗ്രൂപ്പില് എല്ലാവരും അതോടെ യോജിക്കുകയും അതിനൊരു ഉദാഹരണമായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുകയും ചെയ്തു. കാർത്തികാജി സ്വന്തം കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ലീസ്റ്റ് എഫേർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ ഐഡിയ, എഫേർട്ട് എല്ലാം ഉപയോഗിച്ച് സുഗമമായി പോകുന്നു. കുറഞ്ഞ ചെറുത്തുനിൽപ്പ്, വ്യക്തത, ഫീലിംഗ്, ഫോക്കസ്, ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കല്, പ്രപഞ്ചത്തിൽ വിശ്വസിച്ച് സുഗമമായി തന്നെ പോകുന്നു കാർത്തികാജി. ഇനി എന്റെ കാര്യമാണ് പറയുന്നത്. ഞാനും ഒരു ഉദാഹരണത്തിലൂടെ പറയാം. കുറഞ്ഞ ചെറുത്തുനിൽപ്പിന്റെ പാത സ്വീകരിക്കുന്ന നിയമത്തില് മരപ്പണിക്കാരൻ ആയുധത്തിന് മൂർച്ച കൂട്ടാൻ സമയമെടുക്കുമ്പോൾ നാം ആ പ്രവണതയെ അക്ഷമയോടെ കാണേണ്ടതില്ലെന്നും മൂർച്ചയുള്ള ആയുധം മരപ്പണിയുടെ പൂർണ്ണതയ്ക്ക് അത്യാവശ്യമാണെന്നും ഉള്ള അഭിപ്രായത്തിലൂടെ നമ്മൾ ആ നിയമം പഠിക്കാനായിട്ട് അല്ലെങ്കിൽ എല്ലാവരും അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നു. ഗീതാ പങ്കജ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ 3-ാം ഗ്രൂപ്പിന്റെ ലീഡറാണ്. വിഷ്വലൈസേഷനെ പറ്റിയിട്ട് വീട് വയ്ക്കുന്നതായി നാം കണ്ട സ്വപ്നം കാര്യത്തിലേക്ക് എത്തിക്കാൻ നാം അവിടെ താമസിക്കുന്നതായി കണ്ട് സന്തോഷിച്ച് ജീവിക്കുമ്പോൾ ആ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് ഉറപ്പായിട്ട് ടീച്ചർ അത് പറഞ്ഞു. അതെല്ലാവരും ശരിവെക്കുകയും ചെയ്തു. ദൃശ്യവൽക്കരണത്തെ പറ്റിയിട്ട് പരീസ പറഞ്ഞത്, ഉപബോധ മനസ്സ് വൈകാരിക ചിത്രങ്ങളിലും വൈകാരിക ചിത്രങ്ങളും ഇമോഷൻസും മാത്രമേ തിരിച്ചറിയൂ. വിഷൻ ബോർഡിൽ വരുന്ന കാര്യങ്ങളിൽ ഇമോഷൻസ് അറ്റാച്ച്മെന്റ് ഉണ്ടാകണമെങ്കിൽ ഇത്തരത്തിലാകണം വിഷൻ ബോർഡ് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ കാര്യത്തെ സമർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് വ്യാസനാണ് പറഞ്ഞിട്ടുള്ളത്, കുറഞ്ഞ പരിശ്രമത്തിന്റെ നിയമത്തില് വിഭാഗം പ്രതിരോധമില്ലായ്മയെ പറ്റിയിട്ടാണ്.
ഒരു നല്ല നേതാവ് തോൽവിയില് സംഘത്തിന്റെ രക്ഷകനും വിജയത്തിൽ സംഘത്തിന് ഇന്ധനവുമാകണം. അത് റെഫർ ചെയ്തിരിക്കുന്നത് വിങ്സ് ഓഫ് ഫയർ അഥവാ അഗ്നിച്ചിറകുകൾ APJ അബ്ദുൽ കലാമിൻ്റെത്. കലാം സാർ പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്ന കാലത്ത് ആദ്യത്തെ PSLV ലോഞ്ച് പരാജയമായിരുന്നു. ആകാശത്തേക്ക് വിക്ഷേപിച്ചത് അറബിക്കടലമ്മ കൊണ്ടുപോയി. വിഷണ്ണനായിരുന്ന കലാം സാർ അന്നത്തെ ISRO അല്ലെങ്കിൽ ISRO തലവൻ സതീഷ് ധവാൻധാറിനെ ചെന്ന് കണ്ടു. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ധവാൻജി സുഖവിവരം അന്വേഷിച്ചു. കലാം സാർ പതുക്കെ കാര്യം പറഞ്ഞു. പുറത്ത് പത്രക്കാര്, പത്രസമ്മേളനം, ചോദ്യശരങ്ങൾ, എന്നെയും കൊണ്ടേ പോകൂ എന്നൊക്കെ പറഞ്ഞു. വളരെ ശാന്തനായി തുടർന്ന ധവാൻജി കലാം സാറിനെയും കൂട്ടി പത്രക്കാരുടെ മുന്നിൽ ചെന്നു. പറയാനുള്ളതെല്ലാം ധവാൻജി പറഞ്ഞു. കൂട്ടത്തിൽ കലാം സാറിനെയും ടീമിനെയും അവർ ഈ പ്രോജക്റ്റിനു വേണ്ടി നൽകിയ സമയത്തെയും ശാസ്ത്രജ്ഞരെയും അവരുടെ വീട്ടുകാരുടെ ത്യാഗത്തെയും കൃതജ്ഞതയോടെ ഓർത്തു. അടുത്ത വർഷം കുറ്റമറ്റ പേടകം വിക്ഷേപിക്കുമെന്നും അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചു. ഒരു വർഷത്തിന് ശേഷം PSLV ലോഞ്ച് വൻ വിജയം. മിഷൻ ലക്ഷ്യം പ്രാപിച്ചു. ആഹ്ലാദഭരിതനായ കലാം സാർ സതീഷ് ധവാൻജിയുടെ മുറിയിലെത്തി. പത്രക്കാർ പുറത്തുണ്ട്, നമ്മളുമായി പത്രസമ്മേളനത്തിനായി നമ്മുടെ രാഷ്ട്രത്തിന്റെ വിജയത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഭാരതപൗരന്മാരിൽ എത്തിക്കാനായി നമുക്ക് പുറപ്പെടാം. ഇത് കേട്ട് ധവാൻജി പറഞ്ഞു, ഇന്നത്തെ എന്റെ ടു ഡു ലിസ്റ്റ് വളരെ നീണ്ടതാണ്. PSLV പ്രൊജക്ട് ഡയറക്ടർ താങ്കളാണല്ലോ. സഹപ്രവർത്തകരെയും കൂട്ടി പത്രക്കാരോട് ടീമിന്റെ വിജയം വിശദീകരിച്ചാലും. നമുക്ക് ആ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ടീം പരാജയപ്പെട്ടപ്പോൾ നേതാവ് അതിശക്തനായ രക്ഷകനായി വിജയം കൊയ്തപ്പോൾ അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചവർക്ക് അതിന്റെ പരിപൂർണ ബഹുമതി നൽകി. അപ്പോ അഹങ്കാരവും സ്ഥാനമാനങ്ങളും ലക്ഷ്യപ്രാപ്തിക്കായി മുൻനിർത്തരുതെന്ന് ഞങ്ങൾ ഓരോരുത്തരും ഈ മഹത്തായ ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കാൻ തീരുമാനിച്ചു. പിന്നെ മോഹനേട്ടൻ നിയമത്തിന്റെ പ്രയോഗത്തിലേക്ക് എത്തിക്കാൻ കുറച്ച് പ്രാക്ടീസ് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചിരുന്നു. അതേപ്പറ്റി ചർച്ച ചെയ്തിരുന്നു. ഇത്രയും ചർച്ച കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്നത് അദ്ദേഹം തുറന്ന് പറഞ്ഞു. എന്നാലും കൂടുതൽ അതിലേക്ക് വിശദീകരണങ്ങൾ തേടി കിട്ടിയാൽ വളരെ ഉപകാരമായിരിക്കുമെന്നും അദ്ദേഹം അവിടെ ചർച്ച ചെയ്തു. ഓരോരുത്തരുടെ അനുഭവങ്ങൾ വിശദീകരിക്കാൻ അവിടെ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ചുരുക്കത്തിൽ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം നൽകും ഈശ്വരനല്ലോ ഈശ്വര ചിന്ത. താങ്ക് യു. സൂപ്പർ, താങ്ക് യു. അടിപൊളി പ്രസന്റേഷൻ. വിഷയത്തെ വളരെ ഗഹനമായി തന്നെ ടീച്ചർ അവതരിപ്പിച്ചു. നല്ല ശബ്ദം, നല്ല വ്യക്തത എല്ലാം ഉണ്ടായിരുന്നു. സ്വയം ഏറ്റെടുത്തതാണ് ഇന്ന് ഇപ്പൊ തന്നെ മനസ്സിലായി. താങ്ക് യു. സൂപ്പർ, താങ്ക് യു. നെക്സ്റ്റ്, നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ആരുമില്ലേ? ലീഡർ ലാഡറാകണം, കുറഞ്ഞ ചരിത്രത്തിൽ മരപ്പണിക്കാരന്റെ കഥ, ദൃശ്യവൽക്കരണത്തെ പറ്റിയുള്ള കാര്യങ്ങൾ, പിന്നെ ISROയുടെ കഥ. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മം ഫലം തരും ഈശ്വരനല്ലോ. എക്സലൻസ്, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഗ്രേറ്റ്. എന്താ പറഞ്ഞു ലിസി ടീച്ചർ ഇത്ര ഗംഭീരമാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം എന്താ, ഞങ്ങൾ ചർച്ച ചെയ്ത ടീച്ചർ യാത്ര കഴിഞ്ഞ് വന്നിട്ടുള്ള ക്ഷീണത്തിലായിരുന്നു. ഒരു മയക്കം പറയാ, ഞാനെല്ലാം കേട്ടോളാം, നോക്കാം എന്നൊക്കെ പറഞ്ഞു. സാറിന് മാഡത്തിന് പറ്റില്ല എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. പക്ഷെ വീണ്ടും മാഡം തന്നെ ഞാൻ തന്നെ പറഞ്ഞോളാന്ന് ഏറ്റെടുത്തു. ആ ക്ഷീണത്തിലും ടീച്ചർ എന്തൊക്കെയോ എഴുതി വെച്ചു. പക്ഷെ ടീച്ചർ അത് വർക്ക്ഔട്ട് ചെയ്ത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. കൺഗ്രാജുലേഷൻസ്. സ്നേഹം. ലീഡറുടെ ടീച്ചറിന്റെ അവതരണം കേട്ടപ്പോ ശരിക്കും രോമാഞ്ചം വന്നു. അത്രക്കും രോമാഞ്ചം വന്നു എനിക്ക്. ആ സ്വരം, ആ എനർജി, ആ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ ആ ഒരു രീതി ഭയങ്കര സൂപ്പറായിട്ടുണ്ട് ലിസി ടീച്ചറെ. എല്ലാ രീതിയിലും അവതരണം സൂപ്പർ.
ആണെന്ന് തീരുമാനിച്ചു. പ്രീതി ടീച്ചർ എന്താ പറഞ്ഞേ? തെളിയിച്ചു. ഓക്കെ, എല്ലാ രീതിയിലും അവതരണം സൂപ്പർ എന്ന് പറയാം. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി ധൈര്യപൂർവ്വം അവതരണങ്ങൾ ടീച്ചറെ ഏൽപ്പിക്കാം നമുക്ക്. താങ്ക് യു സോ മച്ച്. അങ്ങനെയല്ല വേണ്ടേ, ഇത് കണ്ട് മറ്റുള്ളവർ പഠിക്കുക വേണ്ട, എല്ലാം ടീച്ചറെ ഏൽപ്പിക്കല്ല വേണ്ടത്. അതെ, താങ്ക് യു. അപ്പൊ ഫൈനലി സെക്കൻഡ് ഗ്രൂപ്പ് മിസ്സേ റെഡി അല്ലേ? മൈക്ക് മ്യൂട്ട് ആണ്. ഓക്കെ ആണ്. താങ്ക് യു. റെഡി, 1 2 3 സ്റ്റാർട്ട് നൗ. യുവർ ടൈം സ്റ്റാർട്ട്. ഹലോ. യെസ്, ഓഡിബിൾ ആണ്. കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മള് കുറെ ഡിസ്കഷനൊക്കെ ശേഷമാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. വിഷൻ ബോർഡ് എന്ന് മുമ്പ് കേട്ടിട്ടേ ഉള്ളൂ. അതിന് ഇത്രമാത്രം ചിന്തിക്കേണ്ടതുണ്ടോ എന്ന് ഇപ്പോഴാണ് മനസ്സിലാവണത്. നമ്മള് ക്ലാസ്സുകൾ കേട്ടിട്ടും അതുപോലെ ചർച്ചകൾ ചെയ്തിട്ടും ഒന്നും മതിയാവുന്നില്ല. ഡിസ്കഷനൊക്കെ സമയം നിശ്ചയിച്ചെങ്കിലും അതൊന്നും പോരാ, ഇനിയും സമയം വേണമെന്നാണ് ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ കൂട്ടുകാരുടെയും അഭിപ്രായം. അപ്പോൾ ഈ ഒരു വിഷൻ ബോർഡിന്റെ ഭാഗമായിട്ട് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെയും ഡിസ്കഷൻ ചെയ്യാൻ എനിക്കൊരു അവസരം ലഭിച്ചിരിക്കുകയാണ്. അതിന് ഞാൻ ഏറെ നന്ദി പറയുകയാണ്. ഈ വിഷൻ ബോർഡിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ചേർന്നിരിക്കുന്നത്. അപ്പൊ പല നിയമങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്, ചർച്ചയ്ക്കായിട്ട് കിട്ടിയിരിക്കുന്നത് ലോ ഓഫ് ലീസ്റ്റ് എഫർട്ട് എന്ന് പറഞ്ഞാൽ LLE. അപ്പൊ LLE നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു. അതിനകത്ത് പറയുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് W ടൈമാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരൊക്കെ തമ്മിൽ ചർച്ചകൾ നടത്തി. അപ്പൊ എല്ലാവരും ആ നിയമം ഇത് പാലിക്കുന്നവരാണ്. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു ജോസഫ് ജാൻ സാറ്, ജോയ് സാറ്, സജിത മാം, സഫിയ മാം, സാലി മാം, അതുപോലെ രേഷ്മ മാം, ജാൻഫി സാറ്, മധുവർമ്മ സാറ്, ഇവരൊക്കെ തന്നെ എല്ലാവരും ഈ ഒരു നിയമം കൊണ്ടുപോകാനായിട്ട് പരമാവധി ശ്രമിക്കുന്നവരാണ്. അപ്പം അതില് മറ്റുള്ളവരുടെ വർക്ക് നമ്മുടെ കൂടെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതുപോലെ മറ്റുള്ളവരുടെ ടൈം, അതുപോലെ I എന്ന് വെച്ചാൽ ഐഡിയ, M പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മണി, E എന്ന് പറഞ്ഞാൽ എഫർട്ട്, ഇതെല്ലാം മറ്റുള്ളവരുടേത്, അവരുടെ എക്സ്പീരിയൻസ്, ഈ എക്സ്പീരിയൻസ് ഇത് മറ്റുള്ളവരുടേതും നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അപ്പോൾ മറ്റുള്ളവരുടെ കൂടെ ആ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ 5 ലാംഗ്വേജസിൽ ഒന്നുകൂടി നമ്മൾ അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. മറ്റുള്ളവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ആ നമ്മുടെ സ്നേഹം കൂടെ പങ്കിടാനായിട്ട് നമുക്ക് ഒരു സാധ്യത കൈവരികയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ പ്രതിരോധം കുറയ്ക്കുന്ന കാര്യത്തിന് നമ്മൾ ഇന്ന് രാവിലെ തന്നെ യോഗ ചെയ്യുന്നുണ്ട്, അതുപോലെ മെഡിറ്റേഷന്. ഇതൊക്കെ പ്രതിരോധം കുറയ്ക്കുന്നതിന്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ എത്തുന്നതിന് നമുക്ക് ഒരുപാട് സഹായകമാവും. നമുക്കൊരു കോൺസെൻട്രേഷൻ പവർ കൂട്ടുന്നതിനുമൊക്കെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് കുറഞ്ഞ ടൈം ആവശ്യമുള്ളൂ ഈ മെഡിറ്റേഷനും യോഗയൊക്കെ ഉണ്ടെങ്കിൽ. അതുപോലെ ലോ ഓഫ് ലീസ്റ്റ് എഫർട്ടില് പറയുന്ന ഒരു കാര്യം പറഞ്ഞാല്, നമുക്ക് കൂടുതൽ സ്വാധീനമുള്ള കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ ചെലുത്താൻ കഴിയും. ഇപ്പോൾ സിസ്റ്റംസ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ കഴിവുകളാണ് അവർക്ക് കൂടുതലായിട്ട് അവിടെ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുക. അപ്പോൾ അത് അങ്ങനെ പറ്റും. പിന്നെ
നമുക്ക് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അലസമായി ഇരിക്കുക എന്നുള്ളതല്ല, അതോളം പരിശ്രമം പരമാവധി ഒഴിവാക്കുക എന്നുള്ളതല്ല, ബുദ്ധിപൂർവം നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഇതിലെ ഉള്ളത്. എന്നാൽ കഠിനാധ്വാനമല്ല, സ്മാർട്ട് വർക്കാണ്, ഷാർപ്പ് വർക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ നമ്മുടെ സമ്മർദ്ദം കുറയ്ക്കാം, നമുക്ക് കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയും, വളരെ എളുപ്പത്തിലും ഫലപ്രാപ്തിയിലും നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ കുറഞ്ഞ പരിശ്രമം കൊണ്ട് നമുക്ക് കൂടുതൽ ഫലം ഇതിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഫലമായിട്ട് നമുക്ക് കുറെ തത്വങ്ങളുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ചില തത്വങ്ങള് ഈ വ്യക്തതയുടെയും ആഗ്രഹത്തിന്റെയും വ്യക്തതയുടെയും ആഗ്രഹത്തിന്റെയും നിയമവുമായി ബന്ധപ്പെട്ട് ചില തത്വങ്ങളുണ്ട്. അവിടെ എന്ന് പറയുമ്പോൾ അതാണ് അടുത്ത നിയമം. അങ്ങനത്തെ ആ തത്വം ഉപയോഗിച്ചുകൊണ്ട് സഫിയ മേമും അതുപോലെ ശ്രീപ്രിയ മേമും ഒക്കെ കുറെ ലക്ഷ്യങ്ങൾ നേടിയെടുത്തതായിട്ടാണ്. ഒരു എക്സാം ഒക്കെ പാസ്സായി ശ്രീപ്രിയ മാം. അതുപോലെ സഫിയ മാം ആണെങ്കിൽ ലൈസൻസ് നേടിയെടുക്കാനായിട്ട് പറ്റി. അപ്പോൾ അതൊക്കെ സാധിച്ചത് ഈ ഉദ്ദേശത്തിന്റെയും ആഗ്രഹത്തിന്റെയും നിയമവുമായിട്ട് ബന്ധപ്പെട്ട ചില തത്വങ്ങൾ പാലിച്ചുകൊണ്ടാണ്. അപ്പൊ അതിന് ഒരു വ്യക്തത അവിടെ കൈവരുത്താനായിട്ട് സാധിച്ചു. അതുപോലെ ആ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റി. വൈകാരികമായ ഒരു ബന്ധം അതുമായിട്ട് ഇപ്പോ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതെന്ന് വെച്ചാല്, ഇപ്പൊ വീട്ടിൽ പോകണമെന്ന്, അമ്മയുടെ അടുത്ത് പോകണമെന്ന് ആഗ്രഹിച്ചു. അപ്പൊ വ്യക്തമായിട്ട് അത് ആഗ്രഹിച്ചു. അവിടെ അന്നത്തെ ഒരു ദിവസത്തെ ടു ഡു ലിസ്റ്റിലെ ലക്ഷ്യമായിരുന്നു അത്. അപ്പൊ ആ പോകുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ അടുത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം മനസ്സിൽ ഫീൽ ചെയ്തു. എന്നിട്ട് എത്തിയതായിട്ട് സങ്കല്പിച്ചു. അത് നടക്കുമെന്ന് മനസ്സിൽ വിചാരിച്ചു. അതും കഴിഞ്ഞ് അത് എത്തിച്ചേർന്നതിന് ഈശ്വരന് നന്ദിയും പറഞ്ഞു. അപ്പോൾ ഈ 5 തത്വങ്ങളും അവിടെ ചെയ്ത് മനസ്സിൽ വിചാരിച്ചിരിക്കുകയാണ്. കാര്യം നടന്നു കഴിഞ്ഞിട്ടില്ല, എങ്കിൽ കൂടി നടന്നതായിട്ട് മനസ്സുകൊണ്ട് അത് വിചാരിച്ചപ്പോൾ ആ കാര്യം നടക്കാനുള്ള ഏറ്റവും വലിയ സാധ്യതയാണ് അവിടെ തുറന്നു വരിക. അത് നമ്മൾ അറിയില്ല. അപ്പോൾ നമ്മൾ അവിടെ അഫർമേഷൻസ്, ഭയം വരും, നമുക്കിത് നടക്കാൻ സാധിക്കുമോ എന്നുള്ളത്. ഭയം വരുമ്പോൾ നമുക്ക് പറയാവുന്ന ചില അഫർമേഷൻസ് ഉണ്ട്. അതിലൊരു ഉദാഹരണമാണ് എവരി ഡേ എവരി വേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. അതുപോലെ വിഷൻ ബോർഡിൽ നോക്കുക. അവിടെ വിഷൻ ബോർഡിൽ നോക്കിക്കൊണ്ട് നമ്മുടെ ആ ഒരു ഇമേജസ് ഒക്കെ നമ്മൾ നോക്കുക. ഇതൊക്കെ ദിവസവും ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്താനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾക്ക് ഈ പ്രപഞ്ചത്തെ നമ്മൾ വിശ്വസിക്കുക, നമ്മുടെ കോൺസെൻട്രേഷൻ പവർ നമ്മൾ കൂട്ടിയെടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താല് നമുക്ക് നമ്മുടെ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നു കിട്ടും എന്ന് തന്നെയാണ് ഉറച്ച വിശ്വാസം. ഇതിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാവരും. അപ്പോ നമ്മള് ഇനി ഡിസ്കഷന് വേണ്ടി സമയം വിടുകയാണ്. ഒരുപാട് പോയിന്റ്സ് ഉണ്ടായിരുന്നു, എല്ലാം മനസ്സിലാവും. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ് ബ്രൈറ്റ് മിസ്. താങ്ക് യു. അപ്പൊ ആരാണ് നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തു നിന്നോ? കുറച്ച് സമയമേ ഉള്ളൂ, 1 മിനിറ്റിൽ താഴെ ഉള്ളൂ. ശരി, റെഡി? താങ്ക് യു. സമയം നന്നായി അവതരിപ്പിച്ചു. പക്ഷേ സ്പീഡ് കുറവ് വന്നതാണ് പോയിന്റ് കൂടുതൽ അവതരിപ്പിക്കാൻ പറ്റാതെ പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതും കൂടി വേഗതയിൽ അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഇത് സമയത്തിനുള്ളിൽ തീരുമായിരുന്നു. ബ്രൈറ്റി മാം നമ്മളുടെ ഗ്രൂപ്പില് വളരെ കുറച്ച് ദിവസം മാത്രമേ ബസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും ദിവസത്തിനകം ഇത്രയും സ്മാർട്ടായി ബ്രൈറ്റ് ആയതിൽ സന്തോഷിക്കുന്നു. തീർച്ചയായിട്ടും പിന്നീട് അത് വളരെ വേഗത്തിലാകും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. 4 ചർച്ചകളുടെയും റിസൾട്ട് നാളെ അവതരിപ്പിക്കും. യെസ് സാർ, പറയൂ സാർ. സാറിന്റെ നെറ്റ്വർക്ക് പ്രസന്റ് ചെയ്തു, പക്ഷേ ഈ പറഞ്ഞ സമയം കേൾക്കുന്നില്ലേ? പറഞ്ഞോ. എനിക്ക് തോന്നിയ ഒരു സജഷൻ, നേരത്തെ പറഞ്ഞ ഈ സമയം കുറെ കൂടി ഒന്ന് ക്രമീകരിക്കാൻ, ഇതൊന്ന് റെക്കോർഡ് ചെയ്തിട്ട്
വീണ്ടും വീണ്ടും റിലീസ് ചെയ്തിരുന്നെങ്കിൽ കുറെ കൂടി ഇഫക്റ്റീവായി സമയബന്ധിതമായി തീർക്കാമായിരുന്നു എന്ന് തോന്നി. നല്ല പ്രസന്റേഷൻസ്, എല്ലാ പോയിന്റ്സ് എല്ലാം വളരെ കവർ ചെയ്തു. കൺഗ്രാചുലേഷൻസ്. ഈ ഒരു സമീപനം വളരെ ഗുണകരമാവുന്നു. ഓക്കെ, താങ്ക് യു. അടുത്ത പ്രസന്റേഷൻ എങ്ങനെയാക്കാം? നിങ്ങൾ ആരെങ്കിലും ഒരാൾ പ്രസന്റർ റെക്കോർഡ് ചെയ്യൂ, എന്നിട്ട് അത് പ്ലേ ചെയ്യാനായിട്ട് എനിക്ക് അയച്ചു തരും. ഞാനത് പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പൊ കൃത്യസമയത്തിനുള്ളിൽ തീർക്കാം. റെക്കോർഡ് ചെയ്ത് വീണ്ടും വീണ്ടും റെക്കോർഡ് ചെയ്യാം. അങ്ങനെ പുതിയൊരു പരീക്ഷണം കൂടി നമുക്ക് നടത്താം. ലൈവാണ് വേണ്ടുന്നത്. ആൾക്കാരുടെ എഫർട്ട് മനസ്സിലാക്കാൻ ഇത് സൗകര്യപ്രദമാകുന്നു. റെക്കോർഡ് ഓക്കെ. എന്തായാലും ഇതിന്റെ റെക്കോർഡ് എല്ലാവർക്കും തരാം. ബ്രൈറ്റ് മിസ് എന്തെങ്കിലും പറഞ്ഞോ? നല്ലൊരു നിർദ്ദേശമാണ് കിട്ടിയത്. പേടി കുറയ്ക്കാനൊക്കെ അത് സഹായിക്കും. സൂപ്പർ. ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ. അതൊരു പോയിന്റാണ്. അതുകൊണ്ടാണ് ആദ്യം ഹാൻഡ് റൈസ് ചെയ്ത്. രമാമിസിന്റെ ബുദ്ധി മനസ്സിലായോ? രമാമിസെ എങ്ങനെയുണ്ട്? നമ്മൾ പറയാനിരുന്നതൊക്കെ മറ്റുള്ളവർ പറഞ്ഞു പോയി എന്നതാണ്. അതൊരു വലിയ കൺഫ്യൂഷനാണ്. അതാണ് രമാമിസിന് ഇത് വ്യക്തമായിട്ട് അറിയാം. മിസ്സേ അങ്ങനെയല്ലേ? ശരി. ഞാന് ജോലിക്ക് കയറി. ഓക്കെ, അപ്പൊ ചർച്ചകൾ ഊർജിതമായി വരും. സാറേ, ഞാന് ഷാർപ്പ് വർക്കുന്നതിന് ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ സാർ? പറയും പെട്ടെന്ന് പറഞ്ഞോളൂ. താങ്ക് യു. ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. എന്റെ വീടിന്റെ മുൻഭാഗത്ത് നിന്നിരുന്ന ഒരു തേക്ക് മരം ക്രെയിൻ ഉപയോഗിച്ച് മുറിച്ചു മാറ്റുന്നതിൻ്റെതായിരുന്നു. ആരൊക്കെ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. അതിന് തൊട്ടുമുണ്ടായ ശരി, അത് വളരെ ഷാർപ്പ് വർക്കാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. കാരണം എന്റെ വീടിന് വടക്ക് ഭാഗത്ത് നിന്നിരുന്ന ഒരു തേക്ക് മുറിച്ചപ്പോ ആ തേക്ക് എന്റെ മതിലിൽ വന്ന് വീണു. ആ മതിൽ പൊട്ടി. അതെനിക്ക് നന്നാക്കി തരേണ്ടി വന്നു. ഇപ്പൊ രണ്ടാമത് വെട്ടിയ തേക്ക് അവരുടെ വീടിനോട് വളരെ ചേർന്നാണ്. അത് പീസ് പീസാക്കി മരത്തിൽ കയറി മുറിച്ചിട്ടാൽ വളരെയേറെ ഡാമേജസ് വരും. അത്തരം ഒരു സന്ദർഭത്തിലാണ് വളരെ ഫലപ്രദമായിട്ട് ഈ ക്രെയിൻ ഉപയോഗിച്ച്, ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഇത് കാണുന്നത്. വളരെ നല്ലൊരു ഷാർപ്പ് വർക്കായിട്ട് എനിക്ക് തോന്നി. യാതൊരു ഇതുമില്ല. വളരെ സ്പീഡി വർക്കായി, സ്മാർട്ട് വർക്കുമായി, ഷാർപ്പ് വർക്കായി. ഹാർഡ്നെസ് വളരെയേറെ ലഘൂകരിക്കുകയും ചെയ്തു. ഇതൊരു വലിയ അനുഭവമാണ് എന്നൊന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഉദ്ദേശിച്ചത്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ദ ബ്യൂട്ടിഫുൾ മെസ്സേജ്. അപ്പൊ ലോ ഓഫ് ലീസ്റ്റ് എഫർട്ട് ആൻഡ് ലോ ഓഫ് നമ്മുടെ ഡിസിഷൻ, നമ്മുടെ ആ ഡിസയറും ഇന്റൻഷനും ഒക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഇപ്പൊ രണ്ട് ലോയെ കുറിച്ചും വളരെ ഭംഗിയായിട്ടുള്ള ചർച്ച നടന്നു. 3 ഗ്രേറ്റ് ലീഡേഴ്സിനും, പോൾ സർ, ലിസി ടീച്ചർ, ബ്രൈറ്റി മിസ് ആൻഡ് രമ മാം, എല്ലാവർക്കും അഭിനന്ദനം. 4 പേർക്കും, എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും ഒരിക്കൽ കൂടി 4 പേർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. നാളെ ഇതിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യും. ഈ റെക്കോർഡ് ഞാൻ ഇപ്പൊ തന്നെ ഇട്ടുകൊള്ളാം. എല്ലാവർക്കും റെക്കോർഡും തരാം. ഒന്നുകൂടി കേൾക്കൂ. എന്നിട്ട് എങ്ങനെയാണ് ലോക്കൽ ആക്ഷനിലൂടെ ഗ്ലോബൽ വിഷൻ സാക്ഷാത്കരിക്കുക എന്നുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. ഇതെല്ലാം ഡോക്യുമെന്റ് ചെയ്യുന്നത് ആ വലിയ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ്. എങ്ങനെ ഒരു സമൂഹം ഒരു ലക്ഷ്യം നിർണയിച്ചു, അതിലേക്കുള്ള യാത്ര പോയി, അതിൽ പ്രപഞ്ചത്തെ എങ്ങനെ സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ വ്യക്തമാക്കുന്ന മനോഹരമായ ഒരു ലോകത്തിന് കൊടുക്കുന്ന സന്ദേശമായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതിനെ ആ സ്കൂളിൽ വളരെ ഇഫക്റ്റീവ് ആക്കും. താങ്ക് യു.